അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വ ആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇസ്തിഗാസയുടെ ചരിത്രപരമായ പശ്ചാത്തലത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിൽ ആദ്യമായി ഇസ്തിഗാസ നടത്തിയത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് എന്നും ആദം നബി തുടങ്ങിവെച്ച ആ ഇസ്തിഗാസ ലോകത്ത് ഓരോ കാലഘട്ടത്തിലും കഴിഞ്ഞുപോയ ഔലിയാക്കളും ഉലമാക്കളും ഇമാമീങ്ങളും സ്വാലിഹീങ്ങളുമെല്ലാം അനുവർത്തിച്ചു പോന്ന കാര്യമാണ് എന്നും ഒരുപാട് ഇമാമീങ്ങളുടെ ചരിത്രത്തിലൂടെ നാം പഠിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഇസ്തിഗാസയുടെ പ്രാമാണികതയെക്കുറിച്ച് പരിശോധിച്ചു നോക്കാം. ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ പ്രമാണമായ പരിശുദ്ധ ഖുർആനു ശരീഫ് ഇസ്തിഗാസയുടെ വിഷയത്തിൽ എന്താണ് ഖുർആനു ശരീഫിൻ്റെ നിലപാട് എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്തിഗാസയെ വളരെ വ്യക്തമായി പ്രതിപാദിച്ച ആയത്താണ് സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്ത്. ഇന്നമാ വലിയ്യുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാത്ത വയുഅ്തൂനസ്സകാത്ത വഹും റാക്കിഊൻ. നിശ്ചയം നിങ്ങളുടെ സഹായി അല്ലാഹുവാണ്, അല്ലാഹുവിൻ്റെ റസൂലും നിങ്ങളുടെ സഹായിയാണ്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളും നിങ്ങളുടെ സഹായിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് കാണാം. ഈ ആയത്തിനെ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ബിദ്അഈ കക്ഷികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം നടത്തുന്ന ഒരു വിശദീകരണം കാണാം. ഇന്നമാ വലിയ്യുക്കുമുല്ലാഹു വറസൂലുഹു എന്നതിനെ വിശദീകരിക്കുമ്പോൾ അവിടെ വലിയിൻ്റെ അർത്ഥം അള്ളാഹുലേക്ക് ചേർത്തി അള്ളാഹു നിങ്ങളുടെ സഹായിയാണ് എന്നും, ശേഷം വ റസൂലുഹു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മിത്രം റസൂലുമാണ് എന്ന് അവർ മനഃപൂർവ്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വിശദീകരിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വലിയിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് കാണാം. വകുല്ലു മൻ അൻസഫ വതറക തഅസ്സുബ വതഅമ്മല ഫീ മുഖദ്ദിമത്തിൽ ആയതി വഫീ മുഅഖരിഹാ ഖതഅ ബിഅന്നൽ വലിയ്യ ഫീ ഖൗലിഹി ഇന്നമാ വലിയ്യുക്കുമുല്ലാഹു ലൈസ ഇല്ലാ ബിമഅനൻ നാസിരി വൽ മുഹിബ്ബി. ഈ ആയത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പക്ഷപാതിത്വമില്ലാതെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും ആയത്തിൽ പരാമർശിക്കപ്പെട്ട വലിയനിക്ക് നാസിർ സഹായി, മുഹിബ് ഇഷ്ടക്കാരൻ എന്നീ രണ്ട് വ്യാഖ്യാനമേ പറയുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. ജീവിച്ചിരിക്കുന്നവരെന്നോ വഫാത്തായി പോയവരെന്നോ വ്യത്യാസമില്ലാതെ മഹാന്മാരോട് സഹായം ചോദിക്കാമെന്നതാണ് ഖുർആനു ശരീഫ് നമ്മെ പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീർ ബഹറുൽ മുഹീത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം. ആയത്തിൽ പരാമർശിക്കപ്പെട്ട വലിയ്, ആ വലിയിൻ്റെ പരിധിയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ബഹുമാനപ്പെട്ടവർ താബിഈകളുടെ നേതാവായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി ബഹറുൽ മുഹീത്തിൽ കൊടുക്കുന്നത് കാണാം. ആരാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു? ബഹുമാനപ്പെട്ടവർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ പരിലാളനയിൽ വളർന്ന മഹാനാണ്. ഒരുപാട് സ്വഹാബികളിൽ നിന്ന് ദീൻ പഠിച്ച വലിയ മഹാനാണ്. ഒരുപാട് കറാമത്തുകൾക്കുടമയാണ്. ആ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്,
ആയത്തിൽ പരാമർശിക്കപ്പെട്ട വലിയ എന്നതിൻ്റെ പരിധിയിൽ ആരെല്ലാമാണ് ഉൾപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നതായി രേഖപ്പെടുത്തുകയാണ്. വലാഹിറു ഖൗലിഹി വല്ലദീന ആമനു ഉമൂമു മൻ ആമന മൻ മളാ മിൻഹും വമൻ ബഖിയ. ആയത്തിൽ പരാമർശിക്കപ്പെട്ട വലിയ എന്നതിൻ്റെ പരിധിയിൽ അത് ജീവിച്ചിരിക്കുന്നവരും അതുപോലെ തന്നെ വഫാത്തായി പോയവരും ഉൾപ്പെടുന്നതാണ് എന്ന് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നതായി അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ പറയുന്നത് കാണാം. അപ്പോൾ പരാമർശിക്കപ്പെട്ട ആയത്തിൽ നിന്നും ജീവിച്ചിരിക്കുന്നവരെന്നോ മരണപ്പെട്ടു പോയവരെന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹുവിൻ്റെ മഹാന്മാരോട് സഹായം ചോദിക്കാമെന്ന് നമുക്ക് മനസ്സിലായി. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് കാണാം. മാഇദയിലെ സൂറത്തുൽ മാഇദയിലെ 56-ാമത്തെ ആയത്ത്, വമൻ യതവല്ലല്ലാഹ വറസൂലഹു വല്ലദീന ആമനൂ ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മുഅ്മിനീങ്ങളെയും ആരെല്ലാം അവരുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുവോ അവർ അള്ളാഹുവിൻ്റെ പാർട്ടിക്കാരാണ്, അവർ വിജയിച്ചവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. അപ്പോൾ ഇസ്തിഗാസ നടത്തിയവർ അവരാണ് വിജയിച്ചവർ എന്ന് ഖുർആൻ ശരീഫിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുമ്പോൾ ആ കൂട്ടത്തിലാണ് നാം ഉൾപ്പെടാൻ ശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല അവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.